രോഹിത്തെ, ശരിക്കും പറയും. ഇനി നമുക്ക് നമ്മുടെ KSRTC-യിൽ ആൾക്കാർക്ക് സമയത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കാം. ദീർഘദൂര ബസ് യാത്രക്കാർക്ക് അങ്ങനൊന്നും അല്ല. നമ്മുടെ പ്രിയപ്പെട്ട KSRTC ഇൻഡാസ് ഇറക്കിയിട്ടുണ്ട്. കുറച്ച് മറ്റേ നമ്മുടെ ഹോട്ടലുകളുടെ പേരുകളായിട്ട് ഒരു 10-25 ഇറക്കിയിട്ടുണ്ട്. അതായത് ഇനി യഥേഷ്ടം ആൾക്കാർക്ക് ഇറങ്ങാം, കഴിക്കാം, വയറ് നിറച്ച് മറ്റേ കുംഭകർണന്മാരായിട്ട് ഇറങ്ങി പോകാം. ഈ KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ശാരികയൊക്കെ ദിവസവും ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ബസ്സിൽ വരുന്ന ഒരാളാണ്. നമ്മളും തിരുവനന്തപുരത്തേക്കും കോഴിക്കോട്ടേക്കും ഒക്കെ സഞ്ചരിക്കുമ്പോൾ ചില സമയങ്ങളിൽ KSRTC ബസ്സുകളെ ആശ്രയിക്കാറുണ്ട്. അപ്പൊ അതിൽ വിശന്നിരുന്ന് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഈ ബസ് ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒക്കെ തോന്നുമ്പോഴാണ് ആഹാരം കഴിക്കുന്നത്. ബഹുമാന്യനായ KSRTC-യുടെ മന്ത്രി KB ഗണേഷ് കുമാർ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാറുണ്ട്. എല്ലാ പരിഷ്കാരങ്ങളുടെ അറ്റത്ത് സാമ്പത്തിക ലക്ഷ്യമുണ്ടാവും. അത് KSRTC നന്നാക്കാനാണെന്ന് പറയപ്പെടുന്നതാണെങ്കിൽ വളരെ നല്ല കാര്യം. ഇപ്പൊ ഒരു പുതിയ ഇൻഡാസ് ഇറക്കിയിരിക്കുന്നു. 24 ഹോട്ടലുകൾ കേരളത്തിൽ 14 ജില്ലകളിലായി പ്രധാന പാതകളിൽ 24 ഹോട്ടലുകളിൽ മാത്രമേ ആഹാരം കഴിക്കാൻ KSRTC നിർത്താവൂ എന്നുള്ളതാണ് പുതിയ ഇൻഡാസിൽ പറയുന്നത്. മറ്റേത് ഈ KSRTC ബസ് ഏതെങ്കിലുമൊക്കെ ഹോട്ടലിന്റെ മുന്നിൽ വന്ന് നിർത്തി കൊടുക്കുമ്പോൾ ബസ്സിലുള്ളവരെല്ലാവരും ഇറങ്ങി ആഹാരം കഴിക്കുമ്പോൾ ആ കണ്ടക്ടർക്കും ഡ്രൈവർക്കും ഒരു ബാറ്റ ഉണ്ടാവുന്നതാണ്. ആ ഹോട്ടലിൽ നിന്നൊരു ബാറ്റ കൊടുക്കും, അവരുടെ ആഹാരം ഫ്രീ ആയിരിക്കും. അവർക്ക് ഇഷ്ടമുള്ള ഹോട്ടലിലാണല്ലോ നിർത്തുന്നത്. ഇപ്പം ഇതിനകത്ത് ഏറ്റവും ആദ്യം നല്ല കാര്യം പറയാം, എന്നിട്ട് മോശം കാര്യത്തിലേക്ക്. ഇതിനൊരു സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. രാവിലെ 7:30 മുതൽ 9:30 വരെയുള്ള സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ 12:30ക്കും 2 മണിക്കും ഇടയ്ക്ക് ഉച്ചയൂണ് കഴിക്കാൻ വാഹനം നിർത്തണം. രാത്രിയിലത്തെ ഭക്ഷണത്തിനും അവരൊരു സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 24 ഹോട്ടലുകളെ എന്തടിസ്ഥാനത്തിലാണ് KSRTC തിരഞ്ഞെടുത്തത് എന്ന് ഉദ്യോഗസ്ഥർക്കും അറിയത്തില്ല, യൂണിയൻകാർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അറിയാവുന്ന ഒരേ ഒരാള് KB ഗണേഷ് ആയിരിക്കും ഉറപ്പായിട്ടും. ഇനി KB ഗണേഷ് കുമാറിന് എന്റെ അറിവിൽ കീഴൂട്ട് തറവാട്ടിൽ R ബാലകൃഷ്ണപിള്ളയ്ക്ക് ആനയുണ്ട്, റിസോർട്ടുണ്ട്, ഹോട്ടലുണ്ട്, സ്കൂളുകളുണ്ട്. ഹോട്ടലുകൾ ഈ റെസ്റ്റോറന്റുകൾ ഉള്ളതായിട്ട് അറിയില്ല. വല്ല ഹോട്ടലും റിസോർട്ടും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാകുമെങ്കിൽ അവിടെ കാണും. പക്ഷെ അവിടെയും കൊല്ലം തന്നെ. പക്ഷെ ഇതിനകത്ത് വേറൊരു സാധനമുണ്ട്. ഈ KTDC എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ മരുമോൻ മന്ത്രി നേതൃത്വം കൊടുക്കുന്ന ടൂറിസം വകുപ്പിന് ആ റെസ്റ്റോറന്റുകൾ ഈ ലിസ്റ്റിൽ ആകെ ഒരെണ്ണേ ഉള്ളൂ. കായംകുളത്ത് ഒരൊറ്റ റെസ്റ്റോറന്റ് മാത്രമേ KTDC നിർത്താൻ പറ്റുള്ളൂ. ബാക്കി എല്ലായിടും ഉണ്ട്. നോക്കൂ, ഇവിടെ KTDC മോട്ടലുകളുണ്ട്. നല്ല ആഹാരം എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ എന്റെ സ്ഥലം കൊട്ടാരക്കര ആയതുകൊണ്ട് ഞാൻ പറയാം. കൊട്ടാരക്കരയിൽ ഇവര് വെച്ചേക്കുന്ന പൂർണ്ണപ്രകാശം എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. MC റോഡിന്റെ സൈഡിൽ പൂർണ്ണപ്രകാശ്. അത് പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ഹോട്ടലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയി ആഹാരം കഴിച്ചിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോക്കറ്റ് കയറുന്ന രീതിയിൽ ആഹാരം കഴിക്കാവുന്ന പക്ഷെ വൃത്തിയുള്ള നീറ്റായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ ഹോട്ടലുകളെല്ലാം വൃത്തിയുള്ള ഹോട്ടലുകളാണ്. ആ കാര്യം ഞാൻ അംഗീകരിക്കാം. പക്ഷെ തൊട്ടപ്പുറത്താണ് സദാനന്ദപുരത്ത് KTDC മോട്ടലും റെസ്റ്റോറന്റും ഉള്ളത്. അവിടെ നിർത്താതെ അവിടെ പാർക്കിങ്ങിന് സൗകര്യം ഉള്ളപ്പോൾ ഒരു വളവിൽ നിൽക്കുന്ന ഈ പൂർണ്ണപ്രകാശിൽ എന്തിനു കൊടുത്തു എന്ന ചോദ്യം അവിടെ ബാക്കിയാവും. ഇനി എന്റെ നാട്ടില് അവീസ് അത്യാവശ്യം ആലപ്പുഴക്കാർക്ക് അറിയാവുന്ന നമ്മൾ ആവീസ് എന്ന് വിളിക്കുകയും ഏവീസ് എന്ന് അവർ പറയുകയും ചെയ്യുന്ന പുട്ടുകടയാണ്. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം ശാരിക, ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ഒരു സൂപ്പർ ഫാസ്റ്റിലോ യാത്ര ചെയ്യുവാണെങ്കിൽ എന്റെ അറിവ് ശരിയാണ്, ഞാൻ അടുത്ത കാലത്ത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത സമയം കുറവ്. കാരണം ഇപ്പൊ കാറിലാണ്, സമയമില്ലാത്തതുകൊണ്ട് യാത്ര കൂടുതൽ. ട്രെയിനിലാണ് അല്ലെങ്കിൽ എനിക്കൊന്ന് ഏകദേശം 200 രൂപയ്ക്ക് അടുത്ത് 180-190 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഈ തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് രാവിലെ 6 മണിക്ക് വണ്ടിയിൽ കയറിയാൽ ഒരു 8:30 എന്റെ കണക്കൂട്ടൽ ശരിയാണോ അറിയാം, റോഡ് പണി കിടക്കുമ്പോൾ ചിലപ്പോൾ താമസിക്കാം. 2-2.5 മണിക്കൂർ കൊണ്ട് ആലപ്പുഴയിൽ എത്തുന്ന വണ്ടി താങ്കൾ ഈ പറയപ്പെടുന്ന ആവീസ് ഹോട്ടലിൽ നിർത്തി, ഏവീസ് എന്തോ ആയിക്കോട്ടെ, ആ ഹോട്ടലിൽ നിർത്തുന്നു എന്ന് വെക്കുക. അവിടെ നിർത്തി അവിടുത്തെ പുട്ടാണ് അവിടുത്തെ ഇടിയപ്പവും പുട്ടും കഴിക്കാൻ തീരുമാനിക്കുന്നു. ഒരു 4-5 ഇടിയപ്പവും ഒരു മട്ടൻ കറിയോ ചിക്കൻ കറിയോ ബീഫ് കറിയോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ കറിയോ എന്തെങ്കിലും കഴിച്ചാൽ എങ്ങനെ പോയാലും ബില്ലൊരു 250 രൂപയ്ക്ക് മുകളിൽ ഉറപ്പായിട്ടും പോകും. അതിൽ കൂടുതൽ പോകും. ആ 190 രൂപയ്ക്ക് KSRTC-യിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് 200 രൂപ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മാറ്റിവെക്കാൻ എവിടെ നിന്നുണ്ടാകുന്നു? ഈ ചോദ്യം ബാക്കിയാണ്. ഞാൻ ഒരു ഹോട്ടലിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറയാല്ല, നമ്മൾ കഴിച്ച ഹോട്ടലിന്റെ പേരെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പൂർണ്ണപ്രകാശിന്റെ പേര് പറഞ്ഞു. ഇപ്പൊ ബാക്കിയുള്ള ഹോട്ടലുകളൊന്നും എന്റെ ഓർമ്മയിൽ കിട്ടുന്നില്ല, ഞാൻ കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ആരെയും കുറ്റം പറയണ്ട. എല്ലാ ഹോട്ടലുകളുടെ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ വായിക്കാം. കുറ്റിവട്ടം, ലേ അറേബ്യ, വവ്വാക്കാവ്, പാണ്ടോറ, എന്താണ് നങ്ങ്യാർകുളങ്ങര ആദിത്യ ഹോട്ടൽ, പുന്നപ്ര ആവീസ് ഹോട്ടൽ, കരുവാറ്റ റോയൽ 66, തിരുവമ്പാടി ഇൻസ്താബിൾ ജംഗ്ഷൻ, മതിലകം RR റെസ്റ്റോറന്റ്, മാനൂർ റോയൽ സിറ്റി, തലപ്പാറ ഖൈമ റെസ്റ്റോറന്റ്, നാട്ടുകൽ ഏകം റെസ്റ്റോറന്റ്, സുൽത്താൻ ബത്തേരി
ലിസാഫിയർ റെസ്റ്റോറൻറ്റ്, താന്നിപ്പുഴ ക്ലാസിയോ, കാലടി കേരള ഫുഡ് കോർട്ട്, കൂത്താട്ടുകുളത്ത് പുലരി റെസ്റ്റോറൻറ്റ്, കോട്ടയത്ത് ശ്രീ ആനന്ദഭവൻ, ഈ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് കേട്ടോ, വൈക്കൽ അമ്മ വീട്, പേരാമ്പ്ര ശരവണ ഭവൻ, പാലപ്പുഴ ആനന്ദഭവൻ, കൊട്ടാരക്കര ഹോട്ടൽ പൂർണ്ണപ്രകാശ്, പേരൊക്കെ വിചാരിക്കും വെജിറ്റേറിയൻ അല്ല, ഇരട്ടക്കുളം മലബാർ വൈറ്റ് ഹൗസ്, കായംകുളത്ത് KTDC ആഹാർ, കൊടുങ്ങല്ലൂരിലെ AT ഹോട്ടൽ, അടിവാരത്ത് ലഞ്ചിയോൺ റെസ്റ്റോറൻറ്റ്, മേപ്പാടിയിൽ ഹോട്ടൽ നടുവത്ത്, എല്ലാ ജില്ലകളിലുള്ള ഹോട്ടലാണ് ഈ 24 ഹോട്ടൽ. എന്താണ് ഈ 24 ഹോട്ടലുകളെ തിരഞ്ഞെടുക്കാൻ KSRTC പ്രേരിപ്പിച്ചത്? ഇവരുടെ മാനദണ്ഡം നോക്കൂ, ഇത് പക കമ്മീഷനാണ്. ഇത് മാത്രമല്ല, ഞാൻ ഇന്നലെ KSRTCയിലെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇവിടുന്ന് ആഹാരം കഴിക്കാൻ നിർത്തണമെന്ന് മാത്രമല്ല, ഇവിടുന്ന് ഈ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന ഒരു ബാറ്റ ഉണ്ടല്ലോ, ആ ബാറ്റയുടെ ഒരു വിഹിതം എത്രയാണെന്ന് അയാൾ പറയുന്നില്ല, KSRTCയിലേക്ക് അടയ്ക്കണം. നോക്കൂ, ആഹാരം എവിടെ നിന്ന് കഴിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇത് നിർബന്ധിതരാകുകയാണ് അവിടെ നിന്ന് ആഹാരം കഴിക്കാൻ. ഡെയിലി ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ KSRTCയിൽ ഇപ്പം ശനിയാഴ്ച വെള്ളിയാഴ്ച വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു, ഞായറാഴ്ച രാവിലെ ജോലി സ്ഥലത്തേക്ക് വരുന്ന ആളുകൾ ഇത്രയും വലിയ ഹോട്ടലുകളിൽ നിർത്തി ഈ 300-400 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിക്കാൻ നിർബന്ധിതരാവുകയാണ്. ഇതിന് പറയുന്ന കാരണം നല്ല സൗകര്യങ്ങളുള്ള ഹോട്ടലുകൾ, നല്ല സൗകര്യങ്ങളുള്ള ചെറിയ ചെറിയ ഹോട്ടലുകൾ എത്രയോ ഉണ്ട്. നോക്കൂ, നമ്മളെല്ലാം പുറത്ത് ആഹാരം കഴിക്കുന്നവരാണ്. രാവിലെ നല്ല 3 ദോശ, ഇച്ചിരി സാമ്പാറും ചമ്മന്തി, നമുക്കൊരു 50 രൂപ 60 രൂപയിൽ മസാല ദോശ കൂടി വന്നാൽ ഒരു 80 രൂപ. അവിടെയാണ് 200 രൂപയ്ക്കും 300 രൂപയ്ക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇവർക്ക് ഈ ബ്രെഡ് ഐറ്റം വിൽക്കുന്നതിലല്ല കാര്യം, സ്പെഷ്യൽ വിൽക്കുന്നതില്ല. സ്പെഷ്യൽ വേണ്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ മുഖം മാറും. ഈ പറയപ്പെടുന്ന ഹോട്ടലുകളിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി എനിക്കൊരു 3 ദോശയും ചമ്മന്തിയും മതി എന്ന് പറഞ്ഞാൽ അവരുടെ മുഖം മാറും. അവര് ഒരു മസാല ദോശയ്ക്ക് ചിലപ്പോൾ 120 രൂപ 130 രൂപ റേറ്റിലായിരിക്കും. അപ്പൊ എങ്ങനെയും ആളുകളെ പിഴിഞ്ഞ് പണം ഉണ്ടാക്കാം. KSRTC ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നു. KSRTC ബസ് സ്റ്റാൻഡുകൾ ബ്രാൻഡ് ചെയ്ത് പണം ഉണ്ടാക്കാൻ KSRTC തീരുമാനിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് പണം, ഇങ്ങനെയും കൂടി പണം ഉണ്ടാക്കാൻ KSRTC ഒരുങ്ങുന്നത്. ഇത് ജീവനക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ്. അന്നൊന്നും പേര് മാറുന്നില്ല, വെള്ളാന. KSRTCയുടെ പേരാണല്ലോ വെള്ളാന. ആനയോടുള്ള മനുഷ്യരുടെ താല്പര്യമാണ്. അതാണല്ലോ കൈ നനയാതെ മീൻ പിടിക്കുക, ആൾക്കാരുടെ പോക്കറ്റ് കീറുക. അതായത് ഇത് ഈ പറഞ്ഞ ബാറ്റായും ഈ പറയുന്ന കമ്മീഷൻ ഉൾപ്പെടെ എല്ലാം ഈ പറയുന്ന KSRTC ഡിപ്പോയിലേക്ക് പോകും. എന്നിട്ടും KSRTC രക്ഷപ്പെടുന്നില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. KSRTC ഇപ്പോ ലൂബ്രിക്കൻസ് വിൽക്കുന്ന വണ്ടി, ലൂബ് ഓൺ വീൽസ് എന്ന് പറഞ്ഞിട്ട് ലൂബ്രിക്കൻസ് ഒക്കെ വണ്ടിയിൽ വിൽക്കുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നല്ല കാര്യമാണ്, അവർ ചെയ്യട്ടെ. പഴയ ബസ്സുകളൊക്കെ കൊണ്ടിട്ട് ആന്റണി രാജു എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അവിടെ നിന്ന് KB ഗണേഷ് കുമാർ വന്ന് പുത്തൻ വണ്ടികൾ വാങ്ങിക്കൂട്ടി. അതൊക്കെ ഇപ്പൊ ഈ പറയപ്പെടുന്ന ശബരിമല സീസണിലൊക്കെ ഓടിക്കുന്നുണ്ട്. KSRTCയിൽ നമ്മൾ പുറമേ നോക്കുമ്പോൾ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പൊ കായംകുളത്ത് ആളുകളുടെ തലയിലേക്ക് ഇടിഞ്ഞു വീഴാൻ തയ്യാറായി നിന്നൊരു ബസ് സ്റ്റാൻഡ് പൊളിച്ചു പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. കൊല്ലത്തൊരു ബസ് സ്റ്റാൻഡ് കിടപ്പുണ്ട്. അതിനേക്കാൾ ഒരു മെട്രോ നഗരമായ എറണാകുളത്തെ ഒരു KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഈ മുഖഭാവത്തോടെ മാത്രം ആളുകൾ സത്യം. ഞാൻ ആ ട്രെയിനിൽ പോകുമ്പോൾ ആ പഴയ KSRTC ബസ് സ്റ്റാൻഡ് ഞങ്ങൾക്ക് ദൈവമേ വൈറ്റില വന്നുകൊണ്ട് മറന്നതാണോ, എന്തൊരവസ്ഥയിലാണ് ഇത് കിടക്കുന്നത്. ഒരു KSRTC ബസ് സ്റ്റാൻഡ് പോയിട്ട് ഒരു ലോറി തെരുവിനേക്കാളും കഷ്ടമായിട്ടാണ് അത്. വളരെ രോഹിത് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം എന്റെ മുഖം അങ്ങനെ മാറിയതാണ്. എനിക്ക് ആ പിക്ചർ തെളിഞ്ഞു വന്നു മുഖത്തേക്ക്. അല്ല, സ്വാഭാവികം. അത് നോക്കൂ, ഇപ്പുറത്ത് നമ്മുടെ പാലം കയറി ഇറങ്ങി നോക്കുമ്പോൾ KSRTC ബസ് സ്റ്റാൻഡില് നല്ല പടങ്ങളൊക്കെ അപ്പൊ നമ്മൾക്ക് ഇതെന്താ അടിപൊളി. ബാക്കിലോട്ട് ചെന്ന് കഴിയുമ്പോൾ സീരിയസ്ലി ഒന്ന് മഴ പെയ്താൽ KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഷൂ എടുത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് വീട്ടിൽ കയറാം. കാരണം മനുഷ്യ വിസർജ്യവും റെയിൽവേ ട്രാക്കിൽ നിന്ന് ഒഴുകിയ വിസർജ്യവും ഒക്കെ കൂടിക്കലർന്ന് നാറിയ വെള്ളം. അവിടെ കച്ചവടം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവിടെ ഈ വെള്ളം വാട്ടറൊക്കെ അടിക്കും. വെള്ളം പൊങ്ങുമ്പോൾ അത് കഴുകിയിട്ടാണ് കൊടുക്കുന്നത്. അതാണ് നമ്മൾ ചുണ്ടത്ത് വെച്ചിട്ട് കുടിക്കുന്നത്. ഞാൻ കടക്കാരെ കുറ്റം പറയല്ല, അവരുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ അവസ്ഥയാണ്. ഈ വെള്ളത്തിൽ ഇരുന്നിട്ട് വേണം അവർ ജോലി ചെയ്യാൻ. ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടുന്ന ഒരുപാട് സംവിധാനങ്ങൾ KSRTCയിലുണ്ട്. ഇതിനും അപ്പുറത്തേക്കായി KSRTC വികസനത്തിന്റെ പാതയിലാണ് എന്ന് പറയുമ്പോൾ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതെ ഈ പ്രസ്ഥാനം എന്തുമാത്രം മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. ശമ്പളവും ഇല്ല, പെൻഷനും ഇല്ല. പിന്നെ ആകെയുള്ള നിവൃത്തി 2 വട്ടമായിട്ടോ 3 വട്ടമായിട്ടോ ഇപ്പൊ കിട്ടാൻ തുടങ്ങി. ചെറുതായിട്ടൊക്കെ ഒരു മാറ്റം അതിനകത്ത് വന്നിരിക്കുന്നു. അറിയില്ല, പക്ഷേ ഈ KSRTCയുടെ പഞ്ഞം പറച്ചിൽ മാറട്ടെ, KSRTC നന്നാവട്ടെ. അതിന് മന്ത്രി കാണിക്കുന്ന എല്ലാ കാര്യങ്ങളോടും കൂടെ നിൽക്കുന്ന ഇവിടെ ജനം കൈയടിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം പ്രവർത്തനങ്ങൾ സാധാരണക്കാരന്റെ പോക്കറ്റ് കീറുന്ന, ആഹാരത്തിന് വേണ്ടി പോക്കറ്റ് കീറുന്ന വലിയ കമ്പനികൾ, ഈ കമ്പനികളുടെ പേര് ഈ ലിസ്റ്റിൽ 24 കമ്പനികളുടെ പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കിട്ടുന്നതിന് വേണ്ടി എത്ര രൂപയുടെ എന്തെങ്കിലുമൊക്കെ അഴിമതികൾ നടന്നിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റത്തില്ല.
എങ്ങനെയാണ് ഈ 24 ഹോട്ടലുകളെ തിരഞ്ഞെടുക്കപ്പെട്ടത്? ഈ 14 ജില്ലകളിലായി 24 ഹോട്ടലുകൾ മാത്രമാണുള്ളത്. മുക്കിന് ഹോട്ടലുകൾ വരികയാണ്. നമുക്ക് ഇപ്പം ഈ സമയത്ത് പറഞ്ഞു കൊടുത്ത സാറാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. ഷവർമ്മ വിൽക്കുന്ന കടകളിൽ കർശനമായ പരിശോധന ഉണ്ടാകണം. ഷവർമ്മ കഴിച്ച ആളുകൾ മരിച്ച സംഭവം എത്രയോ വട്ടം മരിച്ചിരിക്കുന്നു. അറേബ്യൻ ആഹാര സംസ്കാരം കേരളത്തെ വലിയ രീതിയിൽ പിടിവാങ്ങിയിട്ടുണ്ട്. കുഴിമന്തി സംസ്കാരം. നമുക്ക് കൊച്ചിയിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി, ഞാൻ കൃത്യമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. വിരലിൽ എണ്ണാവുന്ന 1-2 ഹോട്ടലുകൾ ഒഴിച്ചു നിർത്തിയാൽ ഏത് ഹോട്ടലിലാണ് രാവിലെ കയറി ഒരു വെജിറ്റേറിയൻ ആയി നന്നായി ആഹാരം കഴിക്കുന്നത്? ഇല്ല, വലിയ പാടാണ്. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഇവിടെ ഈ പറയപ്പെടുന്ന ഇടിയപ്പം, അപ്പം ഇതൊന്നും ഹോട്ടലുകളിൽ ഉണ്ടാക്കുന്നില്ല. ഇതൊക്കെ ഏതൊക്കെയോ വലിയ കമ്പനികളിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. എനിക്കൊന്ന് മിക്ക ഹോട്ടൽസും തുറക്കുന്ന സമയം പോലും 12 മണിയാണ്. അതെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. കിട്ടുന്ന ഹോട്ടലുകളുടെ അവസ്ഥ ഇതാണ്. ഇനി അവിടെ ചെന്നിട്ട് നമ്മള് മാല ഇട്ടിരിക്കുന്ന സ്വാമിയാണെന്ന് വിചാരിക്കും. അംബിസ്വാമി അല്ലെങ്കിൽ ഈ ശരവണ ഭവൻ, ആര്യഭവൻ, ഞാൻ ആരുടെ പേരെടുത്തവരെ കുറ്റം പറയാല്ല. ഇങ്ങനെയുള്ള വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ ചെന്നാൽ അവിടെ ഒരു മസാല ദോശയ്ക്കൊക്കെ 100 രൂപയ്ക്ക് വേണം, 120 രൂപയ്ക്ക് വേണം, 130 രൂപയ്ക്ക് വേണം നിരക്കാണ്. ഒരു കോഫി വാങ്ങിയാൽ 20 രൂപ 25 രൂപ നിരക്കാണ്. അത്രയും പൈസ കൊടുത്ത് ഇത് കഴിക്കാൻ പറ്റുന്ന ആളുകൾ അല്ല കൊച്ചിയിൽ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും. അപ്പം വെജിറ്റേറിയൻ ഹോട്ടൽ അല്ല, ഒരു സാധാ ഹോട്ടലിൽ കയറുന്നു എന്നിരിക്കട്ടെ, അവിടെ ദോശയുണ്ട്. ദോശ പറഞ്ഞാൽ സാമ്പാറും ചമ്മന്തിയും മാത്രം വാങ്ങിയാൽ അവര് എന്തുണ്ടാക്കില്ല, അവർക്ക് താല്പര്യമില്ല. നമ്മൾ ചിക്കൻ ഫ്രൈയോ ബീഫ് ഫ്രൈയോ സൈഡ് മീൻകറിയോ അല്ലെങ്കിൽ ഗോബി മഞ്ചൂരിയനോ ഒക്കെ വാങ്ങി കഴിക്കണം. ഇപ്പൊ കൊച്ചിയിൽ ആഹാരം കഴിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഈ സമയത്ത് തന്നെ ഞാൻ പറയുന്നു, ഇടതുപക്ഷം ഭരിക്കുന്ന കൊച്ചി നഗരസഭയുടെ സമൃദ്ധിയറ്റ കൊച്ചി എന്ന് പറയുന്ന പദ്ധതി ഏറെ പ്രയോജനകരമാവുന്ന അവിടെയാണ്. അവിടെ പോയി നമുക്ക് ചെറിയ റേറ്റിൽ വേണ്ടുന്ന ആഹാരം വാങ്ങി കഴിക്കാം. പക്ഷെ അവിടെയും ഈ പറയപ്പെടുന്ന സ്പെഷ്യലോ ബാക്കിയുള്ള സാധനങ്ങളോ ഒക്കെ വാങ്ങേണ്ടി വന്നാൽ ചോറിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും നോർമൽ റേറ്റാണ് അവർ വാങ്ങുന്നത്. എന്തായാലും അങ്ങനെയുള്ള പദ്ധതികൾ കൂടി ഉണ്ട്. ഇത് കൊച്ചിയിലൊരു നോർത്തിൽ മാത്രമല്ലാതെ കൊച്ചി നഗരത്തിന് എല്ലായിടത്തും ഇതിന്റെ ബ്രാഞ്ചുകൾ തുടങ്ങി ഇത്തരത്തിലുള്ള ആഹാരം കൊടുത്ത് കരിഞ്ചന്ത ഉണ്ടാക്കി അല്ലെങ്കിൽ ആഹാരം കൊടുത്ത ആളുകളുടെ പോക്കറ്റ് കീറുന്ന പ്രസ്ഥാനങ്ങളെ കൂടി പൂട്ടിയിടണം. ഞാൻ ചോദിക്കുന്നു, ഇത്ര മാത്രമേ ചോദിക്കുന്നുള്ളൂ, KSRTC മന്ത്രി KV ഗണേഷ് കുമാർ എന്തുകൊണ്ട് KTDCയുടെ ഈ കായംകുളത്തെ ഹോട്ടൽ മാത്രം എല്ലാ ജില്ലകളിലും KTDC ഉറപ്പായിട്ടും ഉണ്ട്? എന്തുകൊണ്ട് പുള്ളിക്ക് ഇങ്ങനെ ഇതുണ്ടാക്കാനാണെങ്കിൽ, അതായത് KSRTC ജനങ്ങളുടെ ഉന്നമനത്തിന് ക്ഷേമത്തിനുമാണ്, യാത്രക്കാരുടെ ക്ഷേമത്തിനാണെന്ന് പുള്ളി പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ഈ ഹോട്ടൽസ് മാത്രം ലിസ്റ്റ് ചെയ്യപ്പെട്ടു? അത് മാത്രമല്ല, ഞാൻ ചോദിക്കുന്നത്, KSRTC ബസ് സ്റ്റാൻഡുകളിൽ ക്യാൻറ്റീൻ സംവിധാനം എന്ന പേരിൽ വലിയ വാടകയ്ക്ക് സ്ഥലം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ആഹാരം കൊള്ളില്ല എന്നത് സത്യം തന്നെയാണ്. അവിടുത്തെ ആഹാരങ്ങൾ കൊള്ളില്ല. ഈ 24 ഹോട്ടൽ അല്ലാതെ KSRTCയുടെ ക്യാൻറ്റീനുകളിലും വണ്ടി നിർത്താമെന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും എന്തുകൊണ്ട് ഈ KSRTC ക്യാൻറ്റീനുകളിൽ നല്ല ഭക്ഷണം കൊടുക്കണമെന്നൊരു നിർദ്ദേശം മന്ത്രിക്ക് വെക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുവേണ്ട നടപടി എടുക്കാൻ സാധിക്കുന്നില്ല? അത് ഫോളോ അപ്പ് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറയപ്പെടുന്ന 24 ഹോട്ടലുകളും കീഴൂട്ട് തറവാടിന്റേതല്ല. ഞങ്ങൾക്കറിയാവുന്ന, കൊട്ടാരക്കരക്കാർക്കറിയാവുന്ന R ബാലകൃഷ്ണ പിള്ളയ്ക്ക് ഇത്തരത്തിലുള്ള ആഹാരത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നില്ല. KV ഗണേഷ് കുമാറിനും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മറ്റുനൊക്കെ ഈ ബസ് സർവീസ് ഒക്കെ ഉണ്ട്, ശരണ്യ ബസ് സർവീസ് ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുള്ള ആന സ്കൂള് പോലെയുള്ള ബിസിനസ് സംവിധാനങ്ങളൊക്കെ അവർക്കുണ്ട്. പിന്നെ നല്ല ആഹാരം കൊടുത്ത ആളുകളെ ഊട്ടാനാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഹോട്ടലുകളെ തിരഞ്ഞെടുത്ത മാനദണ്ഡം? നമ്മൾ ഈ രണ്ടുപേരും ഈ പറഞ്ഞ ചില ഹോട്ടലുകൾ, അത് ആ ഹോട്ടലുകളോടുള്ള അവർ വിൽക്കുന്ന റേറ്റ്, കൊടുത്ത ആഹാരം കഴിക്കാൻ ആളുകളുണ്ട്. വലിയ കാറിലൊക്കെ പോകുന്നവർക്ക് അവിടെ നിർത്തി കഴിക്കാം. ഞാൻ അവിടെ നിർത്തി 1-2 വട്ടം ആഹാരം കഴിച്ചിട്ടുണ്ട്. സാധാരണക്കാർ സഞ്ചരിക്കുന്നതാണ് KSRTC. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് കാറിലോ അല്ലെങ്കിൽ ട്രെയിനിലോ വന്ദേ ഭാരതിലോ ഒക്കെ പോയാൽ പോരെ? ഞാൻ രണ്ടുപേർ, ഒരു ഭാര്യയും ഭർത്താവും KSRTCയിൽ ടിക്കറ്റ് എടുത്ത് ഈ ആഫീസിൽ ഇറങ്ങി ഈ ആഹാരം കഴിച്ച് ആ ബസ്സിൽ എറണാകുളത്തേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അവിടെ നിന്നൊരു ഊബർ ടാക്സി ബുക്ക് ചെയ്ത് വന്നാലും ആ പൈസ ആവുള്ളൂ എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യസന്ധമായ കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ആഹാരത്തിൽ കൂടി, യാത്രക്കാർ കഴിക്കുന്ന ആഹാരത്തിൽ കൂടി പണപ്പിരിവ് നടത്താൻ ഒരുങ്ങുന്ന KSRTC ഇന്നലെ ഒന്നും വന്നല്ല, ഈ മാസം എനിക്ക് 5-ാം തീയതിയോ 6-ാം തീയതിയോ വന്ന, നവംബർ മാസം 5-ാം തീയതി 6-ാം തീയതി വന്ന സർക്കുലറാണ്. നമുക്കിത് സംസാരിക്കണമെന്ന് തോന്നിയ KSRTCയുടെ കണ്ടക്ടർ തന്നെയാണ് നമ്മളോട് ഇതിന്റെ വിവരങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമ്മൾ അറിഞ്ഞ സാധനമാണ്. ഇതിനകത്ത് ഇങ്ങനെയും ചില പ്രശ്നങ്ങളുണ്ട്. എത്രയോ പേരാണ് ആഹാരം കഴിച്ചല്ലേ പറ്റും, നിർബന്ധിതനാവുകയാണ് അവിടെ. ചിലപ്പോ 2 ദിവസത്തെ അവന്റെ ചെലവിന്റെ പൈസ ആയിരിക്കും ഇത്തരത്തിൽ ഒരു ഹോട്ടലിൽ തന്നെ കൊടുത്തിട്ട് പോകേണ്ടി വരുന്നത്. 1000 രൂപയ്ക്ക് മുകളിൽ ചെലവാണ് 3 നേരത്തെ ഭക്ഷണം കഴിക്കാൻ. ഒന്നുകിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ഈ 24 ഹോട്ടലിനെ തിരഞ്ഞെടുത്തല്ലോ, അവിടുത്തെ റേറ്റിൽ നിന്ന് ഒരു 20% 25% KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് ഒരു ഡിസ്കൗണ്ട് ഉണ്ടാക്കും. അതിനകത്തൊരു മാന്യതയുണ്ട്. ആ പറയുന്നതിനകത്തൊരു സംവിധാനം. ഇത് ഇവരുടെ കയ്യിൽ നിന്ന് ഈ ഹോട്ടലുകൾ ലിസ്റ്റ് ചെയ്യുന്നതിന് എന്തായാലും ഇതിനകത്തൊരു അഴിമതി നടന്നിട്ടുണ്ടാകാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം അവിടെ പറഞ്ഞ ജീവനക്കാരൻ പറഞ്ഞതുപോലെ ഒരു ഇത്ര % എത്രയാന്ന് പറഞ്ഞില്ല, ഒരു % അങ്ങോട്ട് ബാറ്റിൽ നിന്ന് കൊടുക്കണമെന്ന് പറയുന്നത്. കൃത്യമായി അവിടെ പണം അടച്ചേ പറ്റൂ. KSRTCക്ക് ടിക്കറ്റ് വരുമാനം ഉണ്ടാക്കാൻ കേരളത്തിൽ ഏറ്റവും വലിയ ഗതാഗത നെറ്റ്വർക്കുള്ള, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഗതാഗത നെറ്റ്വർക്കുള്ള KSRTCക്ക് നമുക്ക് ഇവിടുത്തെ ഈ
കൊറിയർ സർവീസുകൾ നോക്കൂ, അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? കൊറിയർ സർവീസുകൾ ഉണ്ടാക്കി എക്സ്പ്രസ് KSRTC അങ്ങനെ എന്തൊക്കെ കൊറിയർ സർവീസുകൾ ഉണ്ടാകും. ഇതൊക്കെ വീണ്ടും തുടങ്ങിയാൽ പോരെ? അത്രയോ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുന്ന KSRTC പുറത്ത് പരസ്യങ്ങൾ പ്രചാരണം പറഞ്ഞു അങ്ങനെ കുറെ വരുമാനം ആഡിനെന്നും പറഞ്ഞു. അതെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു സാധാരണക്കാരൻ ഒരു ടൂറിസ്റ്റ് ബസ് വാങ്ങിയാൽ അതൊരു വെള്ള കളറിൽ നീല ബോർഡർ ഇട്ടിച്ച് ഓടിക്കോണം എന്ന് പറയുന്നിടത്താണ് KSRTCയുടെ ഹൈടെക് ബസ്സുകൾ മുഴുവൻ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പരസ്യങ്ങൾ വെച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ അവർക്ക് എന്തുമാകാം, കാരണം അവർക്ക് അടുപ്പിലുമാകാം എന്നാണ് പഴഞ്ചൊല്ല്. ആയിക്കൊള്ളുക, പക്ഷെ സാധാരണക്കാരുടെ പോക്കറ്റ് കീറുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് KSRTC ബഹുമാനായ ഗതാഗത വകുപ്പ് മന്ത്രിയും പിന്നോക്കം പോകണം, അല്ലെങ്കിൽ വ്യക്തത വരുത്തണം എന്തുകൊണ്ടാണ് ഈ ഹോട്ടലുകൾ തിരഞ്ഞെടുത്തത് എന്ന്.